മലയാളിയായാൽ ഒരിക്കലെങ്കിലും ആനവണ്ടിയുടെ സൈഡ് സീറ്റിലിരുന്ന് കാറ്റിൻ്റെ ഇക്കിളിയിൽ മുടിയൊക്കെ അങ്ങനെ പറന്ന് നമ്മുടെ നാടിൻ്റെ ചൂടും ചൂരും ഒക്കെ അറിഞ്ഞ് നമ്മുടെ ആൾക്കാരുടെ കൂടെ ആ ഒരു യാത്ര അത് ശരിക്കും ഒരു ഫീല് തന്നെയാണ് കേട്ടോ. യാത്രയുടെ വലുപ്പമോ പോകുന്ന രീതിയോ ഒന്നുമല്ല. നമ്മൾ കൂട്ടത്തോടെയാണെങ്കിലും തനിച്ചാണെങ്കിലും നമ്മളുടെ മനസ്സാണ് യാത്രയുടെ സന്തോഷം എന്ന് പറയുന്നത്. എത്രയൊക്കെ ദൂരങ്ങളിലേക്കും എത്രയൊക്കെ ആളുകളുടെ കൂടെ പോയാലും നമ്മൾക്ക് ആ സന്തോഷവും ആ അനുഗ്രഹവും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ആ യാത്രകൾക്കൊന്നും ഭംഗിയുള്ളതായിട്ട് നമുക്ക് ഒരിക്കലും അനുഭവപ്പെടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എത്ര ചെറിയ യാത്രയാണെങ്കിലും എത്ര ചെറിയ കാഴ്ചകളാണെങ്കിലും അത് സന്തോഷപൂർവ്വം ആസ്വദിക്കാനും മനസ്സ് നിറഞ്ഞ് കാണാനുമുള്ള ആ ഒരു മനസ്സ് അത് തന്നെയാണ് യാത്രകളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നാം വാഗമണ്ണിലേക്കുള്ള യാത്ര കഴിഞ്ഞ വീഡിയോയിൽ തുടങ്ങിയിരുന്നു. പറഞ്ഞതുപോലെ മെയിൻ അട്രാക്ഷനോ ടൂറിസ്റ്റ് സ്പോട്ടോ ഒന്നും കാണാനല്ല, ഒരുമിച്ചൊരു യാത്ര. ഒരുപാട് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് സുന്ദരമായ കാഴ്ചകൾ കണ്ട് നമുക്കങ്ങ് പോവാം അല്ലേ. കുട്ടിക്കാനം മുറിഞ്ഞപുഴ കഴിഞ്ഞ് ഉള്ളിലേക്ക് 5 കിലോമീറ്റർ തിരിഞ്ഞ് പോകണം പാഞ്ചാലിമേടിലേക്ക്. ബോർഡൊക്കെ പോണ വഴിക്ക് നമുക്ക് കാണാം. ഇന്ന് അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അങ്ങനെ കാണണം എന്ന് കരുതിയല്ല അവിടെ എത്തിയത്, കണ്ടപ്പോൾ ഓർമ്മ വന്നു, അങ്ങനെ കയറി. വൈകുന്നേരവും രാവിലെയാണ് ഇവിടെ വരാൻ പറ്റിയ സമയം തോന്നുന്നു. നല്ല കോടയും കാറ്റുമൊക്കെ ആയിട്ട് നമ്മളതിൽ അലിഞ്ഞു പോകും. കുറച്ച് കോടയും കുറച്ച് കാറ്റ്, നല്ല കാറ്റ്, കുറച്ചല്ല നല്ല അധികം കാറ്റുകളുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ. അവിടെ ചെറിയ മൊട്ടക്കുന്നുകൾ, സിപ്പ് ലൈൻ പോലെയുള്ള ആക്ടിവിറ്റിയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഒരു ചെറിയ ക്യാൻറ്റീന്, ചെറിയ കുറച്ച് കഫേയല്ല, ചെറിയൊരു നാരങ്ങാവെള്ളം, കോഫി അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം, ഒരു ഫീലൊക്കെയുള്ളൊരു സ്ഥലം. പ്രകൃതി സ്നേഹികൾക്ക് ശരിക്കും ഒരു സ്വർഗം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ കോടയും കൂടെ കിട്ടുവാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. നമ്മൾ ചെന്ന സമയം അത്ര കറക്റ്റ് അല്ലാത്തത് കൊണ്ട് കോട കുറവായിരുന്നു, കാറ്റ് പക്ഷേ ഉണ്ട് കേട്ടോ. നല്ല സുഖമായിരുന്നു, നല്ല സുഖമാണ്. ആ ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം അതാണ്. ശരിയായിട്ട് നമുക്കത് ആ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. ബാക്കി നമ്മുടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് നമുക്കിഷ്ടപ്പെട്ടവരുടെ കൂടെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ, ഈ പറഞ്ഞതുപോലെ വർത്തമാനം പറഞ്ഞ് ആ പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ കണ്ട് സുന്ദരമായ ഒരു സ്ഥലം. ജീവിതയാത്രയിൽ ചില സമയം നമ്മുടെ മനസ്സും വഴിയും ഒക്കെ കോട വന്ന് ഇതുപോലെ മറയ്ക്കാറുണ്ടല്ലേ. അടുത്ത സ്റ്റെപ്പ് സ്മൂത്താകാം, ടഫാകാം. സാഹസികത നിറഞ്ഞ നമ്മുടെ യാത്ര പൂർത്തിയാക്കാൻ സ്വയം വിശ്വസിക്കുക, കരുത്തോടെ മുന്നോട്ട് പോകുക. ഒന്നും അവസാനിക്കുന്നില്ല, മറിച്ച് എല്ലാം പുതിയ തുടക്കങ്ങൾ മാത്രമാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.